ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചിട്ട് പറയാ പുറത്ത് പോവാന്ന്. ഞാൻ വിടോ? കേട്ട പാട് തന്നെ ഞാൻ ഓടിപ്പോയി റെഡിയാവുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണേ ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോട്ട് ആൻഡ് തന്നെയാണ് കേട്ടോ. ആൻഡ് ഇപ്പം എനിക്ക് നയൻതാര മാമിനെ പോലെ പുരികം നല്ല കട്ടിക്കായിരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ലിപ്സ്റ്റിക് ഇല്ലാണ്ട് ഇപ്പം എനിക്ക് പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. ഐ തിങ്ക് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, ഓഫ് കോഴ്സ്. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന 2 ഷെയ്ഡ്സ് ആണ്. ഒന്ന് വന്നിട്ട് ഗേൾ പവർ എന്ന് പറഞ്ഞിട്ടുള്ള മാർസിൻ്റെ ഷെയ്ഡും, ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഫേമസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഫേസസ് കാനഡയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ചോക്കോ കൊഴിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡുമാണ് കേട്ടോ. അടുത്തത് നമ്മുടെ എല്ലാ ഗേൾസിൻ്റെയും സൗന്ദര്യം കൂട്ടുന്ന ഒന്നാണ് പൊട്ട്. യെസ്, അതിട്ടാൽ എന്തെന്നില്ലാതൊരു സൗന്ദര്യമാണല്ലേ, ഐ ബിലീവ് ദാറ്റ്. സോ അതും കൂടി കുത്തിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മളുടെ സിമ്പിൾ എവർ പോണി ടെയിൽ. ഇതാണ് എനിക്ക് സ്യൂട്ടാവുന്നത് ബിക്കോസ് ഇറ്റ് ഇസ് സിമ്പിൾ. പിന്നെ ഞാൻ എൻ്റെ പവർ ഗ്ലാസ് വെക്കുന്നുണ്ട് ബിക്കോസ് ഇപ്പം എനിക്ക് തലവേദന ഭയങ്കരമാണ് ഈ ഫോൺ കളിക്കുന്നത് കൊണ്ട് തന്നെ. സോ അതെനിക്ക് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ഏട്ടൻ്റെ പുറകിലിരുന്ന് പറയുന്നുണ്ട് കേട്ടോ, എത്ര നേരമായി ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ നീ ഒരുങ്ങിക്കഴിയില്ലല്ലോ. ആൻഡ് പിന്നെ ഞാനത് എപ്പോഴും കേൾക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫൈനലി ഞാൻ ഒരു പെർഫ്യൂം കൂടി അടിച്ചെടുക്കുന്നുണ്ട്. ടാറ്റാ.